പരമഭട്ടാരക ശ്രീ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ സമാധി കൊണ്ട് കീർത്തിയാർജിച്ച പരിപാവനമായ സ്ഥാനമാണ് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലുള്ള പന്മനാശ്രമം. സ്വാമികളുടെ ശിഷ്യനും നവോത്ഥാന നായകനുമായ കുമ്പളത്ത് ശങ്കരപിള്ളയാണ് ആശ്രമം സ്ഥാപിച്ചത്. എല്ലാ വർഷവും വളരെ വിപുലമായാണ് ഇവിടെ ജയന്തി ആഘോഷം നടക്കാറ്. എന്നാൽ ഇക്കുറി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കിയാണ് ചടങ്ങുകൾ. മഹാഗുരു ചട്ടമ്പി സ്വാമികളുടെ സമാധി കൊണ്ട് കീർത്തിയാർജിച്ച പുണ്യസ്ഥാനമാണിവിടം. പേരുപോലെ തന്നെ ശാന്തസുന്ദരമായ പ്രദേശം. വള്ളിച്ചൂരലുകളാലും കൽപ്പവൃക്ഷങ്ങളാലും ആയുർവേദ സസ്യങ്ങളാലും സമ്പന്നമാണ് ഈ പുണ്യസ്ഥാനം. സന്യാസി സ്ഥാപിക്കാത്ത സന്യാസി മഠം എന്നതു തന്നെയാണ് പന്മന ആശ്രമത്തിൻ്റെ സവിശേഷത. സ്വാതന്ത്ര്യ സമര സേനാനിയും നവോത്ഥാന നായകനുമായ കുമ്പളത്ത് ശങ്കുപിള്ളയാണ് ഈ ആശ്രമം സ്ഥാപിച്ചത്. ശിഷ്യനായ കുമ്പളത്ത് ശങ്കുപിള്ളയുടെ ഭവനം സന്ദർശിക്കാനെത്തുന്ന സ്വാമി തിരുവടികൾ വിശ്രമിച്ചിരുന്നത് ഇവിടെയുള്ള കാവിലായിരുന്നു. സ്ഥലത്തിൻ്റെ വൈശിഷ്ട്യം തിരിച്ചറിഞ്ഞ സ്വാമിജി തനിക്ക് ഉചിതമായ സമാധിസ്ഥാനം പണി കഴിപ്പിച്ച് നൽകണമെന്ന് ശങ്കുപിള്ളയോട് ആവശ്യപ്പെടുകയായിരുന്നു. കുമ്പളത്ത് ശങ്കുപിള്ള അദ്ദേഹത്തെ കാണുകയും പല പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുകയും അങ്ങനെ വന്നു ചേരുകയും ഒരു ചെറിയ കാലഘട്ടം കൊണ്ട് തന്നെ വലിയ ഒരു ആത്മബന്ധം, എനിക്ക് തോന്നുന്നു പൂർവ്വജന്മ ബന്ധം എന്ന് തന്നെ സംഭവിക്കാം. അന്ന് വളരെ യുവാവായിരുന്ന ഏകദേശം 10-22 വയസ്സുള്ള അദ്ദേഹത്തെ സ്വാമി തിരുവടികൾ, ഈ 70 വയസ്സൊക്കെയുള്ള സ്വാമി തിരുവടികൾ അദ്ദേഹത്തെ കാർന്നവരെ എന്നും അദ്ദേഹത്തിൻ്റെ പത്നിയെ കാർന്നോത്തി എന്നൊക്കെയാണ് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ സ്ഥാനം അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. അങ്ങനെയാണ് ഇവിടെ എല്ലാവർക്കും ഒരു അത്ഭുതമാണ്. വളരെ വർഷങ്ങളോളം അദ്ദേഹം ഇടപെട്ടിരുന്ന സ്ഥലത്തെ വിട്ട് എന്തുകൊണ്ടാണ് ഈ പന്മന തന്നെ അദ്ദേഹം തൻ്റെ സമാധി സ്ഥാനമായിട്ട് തിരഞ്ഞെടുത്തത് എന്നും ഇപ്പോഴും നമുക്ക് മനസ്സിലാവാത്ത, കാരണം മഹാത്മാക്കളുടെ ചിന്തകളും അവരുടെ മനസ്സിൻ്റെ വ്യാപാരഗതികളും നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. സമാധി സ്ഥലം പരിപാവനമായാണ് കാത്തുസൂക്ഷിക്കുന്നത്. ക്ഷേത്രസങ്കല്പത്തിൽ ശ്രീകോവിൽ നിർമ്മിച്ച് സമാധിയിങ്കൽ ശിവലിംഗ പ്രതിഷ്ഠയും നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ പ്രകാരം ഏകദേശം വൈകുന്നേരം 3 മണിക്ക് ശേഷം സമാധി ആവുകയുണ്ടായി. പിന്നീട് ഇവിടെയാണ് രാത്രി തന്നെ വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ചെയ്ത് വളരെ ആഘോഷപൂർവ്വം തന്നെ സമാധി ഇരുത്തുകയും ചെയ്തു. അതിൻ്റെ ഒരു 8 വർഷത്തിന് ശേഷമാണ് ഇവിടെ ശിവലിംഗ പ്രതിഷ്ഠ. ചട്ടമ്പി സ്വാമി പരമ്പരയിൽ തന്നെ പെട്ട ഭക്താനന്ദ തീർത്ഥപാദ സ്വാമികളാണ് അത് നിർവഹിച്ചത്. സ്വാമികൾ ഉപയോഗിച്ചിരുന്ന ഗഞ്ചിറയും ഊന്നുവടിയും ആശ്രമത്തിൽ ഇന്നും പരിപാവനമായി സൂക്ഷിക്കുന്നു. മഹാത്മാഗാന്ധിജിയുടെ സന്ദർശനം കൊണ്ടും പന്മന ആശ്രമം കീർത്തിയാർജിക്കുന്നുണ്ട്. ഗാന്ധിജിയുടെ സന്ദർശനത്തിൻ്റെ ഓർമ്മയ്ക്കായി ഒരു സ്മാരകവും ഇവിടെയുണ്ട്. സന്യാസ പരമ്പരയിലാണ് ആശ്രമം നിലനിൽക്കുന്നത്. തീർത്ഥപാദ പരമ്പരയിൽ ദീക്ഷയേൽക്കുന്നവരാണ് മഠത്തിലെ സന്യാസികൾ. പൂർണ്ണമായും പരമ്പരാഗത രീതിയിലുള്ള ആശ്രമ സമ്പ്രദായത്തിലാണ് ഇന്നും ഇവിടം നിലനിൽക്കുന്നത്. വേദങ്ങൾ, പുരാണങ്ങൾ, ഉപനിഷത്തുകൾ, ആയുർവേദം, സംസ്കൃതം, സാഹിത്യം എന്നിവയിലെല്ലാം ഇൻറ്റോലോജിക്കൽ പഠനങ്ങളും ഗവേഷണങ്ങളും ഇവിടെ നടക്കുന്നു. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി താലൂക്കിൽ പന്മന പഞ്ചായത്തിലാണ് ഈ പുണ്യസ്ഥലം. ആശ്രമത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് ഇന്ന് നിരവധി പേരാണ് രാജ്യത്തിന് അകത്തും പുറത്തുനിന്നുമായി ഇവിടേക്കെത്തുന്നത്.
ജനം, കൊല്ലം.